നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം പോക്കറ്റിലേക്ക് കൂടി നോക്കുന്നത് നന്നായിരിക്കുമെന്നുമാണ് മന്ത്രിയുടെ മറുപടി. ഖജനാവ് കാലിയാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് മാസം മാസം തനിക്കുള്ള അലവൻസുകൾ കൈപ്പറ്റുന്നത് ഇതേ ഖജനാവിൽ നിന്ന് തന്നെയാണ്. ഖജനാവ് അത്രയ്ക്ക് ശൂന്യമാണെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതികളും സർക്കാർ കൃത്യമായി ഉറപ്പാക്കുന്നുണ്ട്. ഖജനാവ് കാലിയാണെന്ന് പറയുന്നവർ പൊതുവിദ്യാലയങ്ങളിലെ ഹൈടെക് സംവിധാനങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും കാണാതെ പോകരുത്. ബജറ്റിലുള്ളത് വെറും വാക്കുകളല്ല, മറിച്ച് ഈ നാടിന്റെ പുരോഗതിക്കുള്ള കൃത്യമായ റോഡ് മാപ്പാണെന്നും അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ക്രിയാത്മകമായ വിമർശനങ്ങളാകാം, പക്ഷേ അത് സ്വന്തം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന അതേ ഖജനാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. പൂച്ചയെ കുറ്റം എന്ന് പറയട്ടെ, പൂച്ച പ്രസവിച്ച് അതവിടെ ജീവിച്ചോട്ടെ, അവര് അതിനെ ശല്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപമ പറയേണ്ടത്. ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ പൂച്ച പ്രസവിച്ചോട്ടെ. അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു.